കടലിൽ മുങ്ങിപ്പോയ MSC കപ്പൽ, ആ കപ്പലിൽ നിന്ന് വീണ ബാരലുകൾ അത് തട്ടിയൊരു മത്സ്യബന്ധന ബോട്ടിന് കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. കടലിൽ ഇപ്പോഴും നിരവധി ബാരലുകൾ ഒഴുകി നടക്കുകയാണ്. എല്ലാം കരയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കടലിന്റെ വേലിയിറക്കം, തിര, അതിൽപ്പെട്ട് പലതും കരയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ ബാരലുകൾ മാത്രമല്ല, വലിയ കണ്ടെയ്നറുകൾ തന്നെ കരയ്ക്ക് അഴിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടാണ്. ഇപ്പോൾ ഒരു ബാരൽ തട്ടിയാണ് മത്സ്യബന്ധന ബോട്ടിന് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബാരലുകൾ വിഴിഞ്ഞം തീരത്തേക്ക് അവർ തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പം ജിബിൻ JB തന്നെ അതിന്റെ വിവരങ്ങൾ വിഴിഞ്ഞത്ത് നൽകും. ജിബിൻ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അടിക്കടി ഉണ്ടാകുന്ന ഈ കണ്ടെയ്നറുകൾ അടിയുന്നു, പ്ലാസ്റ്റിക് മാലിന്യം, ഇതെല്ലാം. അതിനിടയിലാണ് ബോട്ടുകൾക്ക് കൂടി തകരാർ സംഭവിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? എത്ര ബോട്ടുകൾക്ക് ഇങ്ങനെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്? എന്തെങ്കിലും വിധത്തിൽ അധികൃതരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ്, MSC എൽസ എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം തീരത്തോട് സമീപത്ത് മുങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങളും അതുപോലെ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കളുമാണ് കേരളത്തിൻ്റെ തീരങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം തീരങ്ങൾ, ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന മറ്റ് വസ്തുക്കൾ കൂടി തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ആ തീരദേശത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യ ദിവസങ്ങളിൽ ഈ ഇവിടെയുള്ള മത്സ്യങ്ങൾ കഴിക്കാമെന്നുള്ളൊരു വലിയ ആശങ്കയൊക്കെ ജനങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ഇടപെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് മത്സ്യം വിശ്വസിച്ച് കഴിക്കാമെന്നുള്ള ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഈ തീരത്തേക്ക് ജനങ്ങൾ എത്തുകയും മത്സ്യങ്ങൾ വാങ്ങുകയും ചെയ്തത്. അങ്ങനെ ആ ഒരു ആശങ്ക അകലുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ കണ്ടത്. പക്ഷേ വീണ്ടും ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ബാരലുകൾ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ വള്ളങ്ങളിലേക്കാണ് ഈ ഒഴുകി നടക്കുന്ന ബാരലുകൾ ഇടിച്ചു കയറിയത്. ബാരൽ അതായത് ഈ ചെറിയ വള്ളങ്ങളുടെ പ്രൊപ്പലറിൽ ഈ ബാരൽ ഇടിച്ചുകൊണ്ട് വള്ളങ്ങൾക്ക് കേടുപാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കടലിലുണ്ടായിരുന്ന ഈ തീരത്തോട് ചേർന്ന് ഒഴുകി നടന്നുകൊണ്ടിരുന്ന ബാരലുകളെ അവിടെ നിന്ന് കരയിലേക്ക് എത്തിച്ച് അത് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും വീണ്ടും കടലിൽ കൂടി ഒഴുകി നടന്ന ബാരലുകൾ വിഴിഞ്ഞത്തിൻ്റെ തീരങ്ങളിൽ വന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിലുണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പെയിന്റ് ഡൈലൂട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന തിന്നറും അതുപോലെ തന്നെ മറ്റ് ക്ലീനിങ് എപ്പോഴും, പ്രത്യേകിച്ച് ഈ സാനിറ്റൈസർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ബാരലിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രത്യേക സംഘം രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു.